PV അൻവർ, നമ്മുടെ നിലമ്പൂരിലെ പഴയ MLA, അമ്പുക്ക, അൻവറുക്ക എന്നൊക്കെ ചിലർ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ജീവിതം നിലമ്പൂരിനും പിന്നെ കേരളത്തിനും വേണ്ടി മാറ്റിവെച്ച, ഒഴിഞ്ഞുവെച്ച ദേഹമാണ് അൻവർ. ഞായറാഴ്ച രാവിലെ അദ്ദേഹം ഉറക്കമുണർന്നപ്പം ദാ മുമ്പ് നിൽക്കുന്നു നമ്മുടെ ഹിറ്റ്ലർ, അഡോൾഫ് ഹിറ്റ്ലർ, ജർമ്മൻ നാസി. മുടിവീശയുണ്ട്, മുടി ഇങ്ങനെ നെറ്റിയുടെ ഇടതുവശത്തേക്ക് താഴ്ത്തി ചീകിയ ഹെയർ സ്റ്റൈലാണ്. പക്ഷേ ഇട്ടിരുന്നത് സൂട്ടാണോ അതോ ഈ നാസിയുടെ യൂണിഫോം ഉണ്ടല്ലോ, ഈ തോളത്ത് സ്വസ്തിക ചിഹ്നമൊക്കെ ഉള്ള ആ യൂണിഫോം, അതായിരുന്നു എന്ന് നല്ല ഓർമ്മയില്ല. നേരം അങ്ങനെ വെളുത്തു വരികയായിരുന്നു. കൂടുതൽ കണ്ടില്ല, ഒരു 5-6 നിമിഷം പെട്ടെന്ന് ഹിറ്റ്ലറൊക്കെ അപ്രത്യക്ഷനായി. പിന്നെ സൂക്ഷിച്ചു നോക്കുമ്പം ദാ അവിടെ നിൽക്കുന്നു നമ്മുടെ VD സതീശൻ, ഹിറ്റ്ലറുടെ അതേ മുഖഭാവത്തോടു കൂടി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നു, PV അൻവറിന് UDF-ലേക്കുള്ള കവാടം, വാതിൽ ഇതോടെ അടച്ചിരിക്കുന്നു. ശനിയാഴ്ച രാത്രി നല്ല മനസമാധാനത്തോടെ ഉറങ്ങാൻ കിടന്നതാ. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിലെ രാഹുൽ മാങ്കൂട്ടത്തില് പയ്യൻസ് രാത്രി വന്നിരുന്നു. എന്നിട്ട് അമ്പർക്ക, ധൃതി പിടിച്ച് തീരുമാനങ്ങളൊന്നും എടുക്കരുത്, നമ്മൾ ഈ പിണറായി ഇഷ്ടത്തിനെതിരായിട്ടുള്ളൊരു പോരാട്ടം തുടങ്ങിയിരിക്കുക, അതിന്റെ വഴി തെറ്റരുത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അത് കേട്ട് വളരെ സന്തോഷം തോന്നിയതാ. അത് മാത്രമല്ല, പയ്യൻസ് നമ്മുടെ വീട്ടിൽ വരുന്നതും സംസാരിക്കുന്നതും പോകുന്നതിന്റെ ഒക്കെ ദൃശ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ക്യാമറയിൽ പകർത്തിയിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കുകയും ചെയ്തു. നമ്മൾ പണ്ട് മലപ്പുറത്തെ SP ഒരു പണി കൊടുത്തില്ലേ, അയാൾ നമ്മളോട് സംസാരിച്ച ചില കാര്യങ്ങള്, സഹായിക്കണം അൻവറുക്ക, അപേക്ഷാഭാവത്തിൽ ഒരു ഡയലോഗ്, ടെലഫോൺ ഡയലോഗ്, നമ്മളത് ടെലഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് നാട്ടുകാരെ കേൾപ്പിച്ചതല്ലേ നമ്മുടെ ടെലിവിഷൻ വഴി, ചാനൽ വഴി. അതുപോലെ ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വരുന്നതും സംസാരിക്കുന്നതും പോകുന്നതുമായ ദൃശ്യങ്ങളൊക്കെ ക്യാമറയിൽ പകർത്തി അത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടുകൊടുത്തൊരു സന്തോഷത്തിൽ കിടന്നതാണ്. പക്ഷെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്തുവാ, അഡോൾഫ് ഹിറ്റ്ലർ, VD സതീശൻ അഡോൾഫ് ഹിറ്റ്ലറിന്റെ മുഖഭാവത്തോടു കൂടി നിൽക്കുന്നു. ഹിറ്റ്ലറെയും കണ്ട് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനവും കേട്ടപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്, നമ്മുടെ ജീവൻ അപകടത്തിലാണ്. ഒരു ഭാഗത്ത് പിണറായി വിജയൻ, മറ്റേ വശത്ത് സതീശൻ, ഇതിന്റെ നടുവിൽ RSS. ഈ പിണറായിയും സതീശനും ഇക്കാര്യത്തിൽ ഒറ്റ കൈയാണെന്നേ. അവര് തമ്മിലൊരു വല്ലാത്തൊരു അന്തർധാരയുണ്ട്. നമ്മളെ തീർക്കുക, നിലമ്പൂരിലെ അൻവറെ അവസാനിപ്പിക്കുക എന്ന കാര്യത്തില് ഇവർ തമ്മിലൊരു ധാരണയാണ്. അവർക്ക് ഒറ്റ ചിന്തയാണ് അക്കാര്യത്തിലുള്ളത്, ഏക മനസ്സാ. പിന്നെ ആ RSS എന്നൊക്കെ പറഞ്ഞതേ വെറുതെ അവരെ പിടിച്ചിട്ടതാ. ഇതിനിടയ്ക്ക് ഈ സതീശന്റെയും പിണറായിയുടെയും ഇടയ്ക്ക് RSS-നെ കൂടെ പിടിച്ചിട്ടെന്നേ ഉള്ളൂ, എങ്കിലും ഒരു ഗുമ്മ് വരത്തുള്ളൂ. RSS കൂടെ ഉണ്ടെങ്കിലേ ഒരു ഇത് കിട്ടത്തുള്ളൂ അതിന്. അതുകൊണ്ട് അവരെ പിടിച്ചിട്ടതാ. അല്ലാതെ ഇപ്പൊ അൻവറിനെ ഞോണ്ടിയിട്ട് RSS-നെ എന്നോ കിട്ടാൻ അവർക്ക് എന്താ ഇവിടെ കാര്യം? എന്നാലും ഒന്ന് പിടിച്ചിട്ടു, RSS കൂടെ ഉള്ളപ്പം അതിനൊരു ബലം കിട്ടും. അങ്ങനെ ചെയ്തതാ, അതുകൊണ്ട് ചെയ്തതാ. അപ്പൊ പിന്നെ ഒരു കാര്യമൊക്കെ തീരുമാനിച്ചു, എല്ലാം ത്യജിക്കുക, നമ്മുടെ സമ്പത്തും സൗകര്യങ്ങളും പദവികളും എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് നിലമ്പൂരിലെ ജനങ്ങളെ സേവിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി രംഗത്തേക്ക് ഇറങ്ങുക, അവരുടെ കയ്യിലേക്ക് നമ്മുടെ ജീവിതം അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കുക. അങ്ങനെയാണ് മത്സരിക്കാമെന്നൊരു ചിന്ത വന്നത്, അല്ലെങ്കിൽ മത്സരിക്കണം എന്നൊരു തോന്നലുണ്ടായത്. നമ്മൾ നേരത്തെ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോ ഇനി UDF-ലേക്കില്ല, ഇനി മത്സരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞതാ. സത്യം പറഞ്ഞ അന്നേരം ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. കയ്യിൽ 5-ന്റെ തൂട്ടില്ല, നയാ പൈസ എടുക്കാനില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവുള്ള കാര്യമാണ്, കോടിക്കണക്കിന് രൂപ ചെലവ് വരും. പറഞ്ഞല്ലോ, നമുക്ക് ഈ പിണറായി സത്യം തോൽപ്പിക്കണം, സതീശന് സത്യം തോൽപ്പിക്കണം, അതിന് വലിയ പണച്ചെലവുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മത്സരിക്കണ്ട എന്ന് വിചാരിച്ചു മാറിയതാ. പക്ഷേ രാവിലെ പത്രക്കാരോട് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. വൈകുന്നേരമായപ്പോഴേക്കും 5-6 കോടി രൂപ ഇങ്ങ് എത്തി. മത്സരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തകരുടെ ആവേശം പൂണ്ട അനുയായികൾ, പിന്നെ പലയിടത്തു നിന്നായിട്ട് 5-6 കോടി രൂപ ഇങ്ങെത്തി. അപ്പൊ പിന്നെ പണത്തിന്റെ ഒരു ക്ഷാമമില്ല. ഇനി കാശില്ലാത്തത് കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എന്ന് വേണ്ട, അതുകൊണ്ടും കൂടിയാണ് നമ്മൾ മത്സര രംഗത്തിറങ്ങാൻ തീരുമാനിച്ചത്. ഒന്നീ ഹിറ്റ്ലറുടെ പ്രത്യക്ഷപ്പെടൽ, പിന്നെ കാശും വന്നു, പിന്നെ മത്സരിക്കുന്നതിന് എന്താ കുഴപ്പം? നമുക്കിപ്പോ സ്വരാജിനെയോ ഷൗക്കത്തിനെയോ തോൽപ്പിക്കാൻ വല്ല പ്രയാസമുണ്ടോ? അങ്ങനെയാണ് മത്സരിക്കാമെന്ന് തീരുമാനിച്ചത്. പിന്നെ അടുത്ത പടി എന്ന് പറഞ്ഞാൽ പത്രക്കാരെ കാണുക എന്നുള്ളതാ. അവന്മാര് കാത്തു നിൽക്കുകയാണല്ലോ, എന്തെങ്കിലും ഒന്ന് മൊഴിയുന്നതും കാത്ത് നിൽക്കുകയാ. പിന്നെ പെട്ടെന്ന് അയക്കൂറ മീൻമുളകിട്ട കറിയും കൂട്ടി
4 പത്തിരിയും കഴിച്ച് പുറപ്പെട്ടു. ഇന്നലത്തെ ഷർട്ടായിട്ടത്. ഇന്നലത്തെ ഷർട്ട് തന്നെ ഇട്ടു. കാരണം ഒരു ഷർട്ട് കഴുകി തേക്കുന്നതിന് 60 രൂപയാ. അപ്പൊ ഒരു ജോഡി ഡ്രസ്സ് 2 ദിവസം ഇട്ടാൽ നമുക്ക് 60 രൂപ ലാഭമാണ്. ആ 60 രൂപ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ സഹായിക്കാൻ ഉപയോഗിക്കാം. അതാണ് ഇപ്പം നമ്മുടെ ലക്ഷ്യം. അങ്ങനെ പത്തിരിയും കഴിച്ച് ഇന്നലത്തെ ഷർട്ടും ഇട്ടുകൊണ്ട് ഇറങ്ങി മാധ്യമക്കാരെ കണ്ടു. നമ്മുടെ തീരുമാനം പ്രഖ്യാപിച്ചു. സത്യത്തിൽ സങ്കടത്തോടും മനോവിഷമത്തോടും കൂടിയാണ് ഈ തീരുമാനം എടുക്കുന്നത്. കഴിഞ്ഞ 9 മാസമായിട്ട് ഒരേ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയായിരുന്നു. അതിനുവേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരായിട്ടുള്ള ഒരു പോരാട്ടം. കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ, അല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല. ഇതിലൂടെ കേരളം രക്ഷപ്പെടണം, അത് മാത്രമായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പില് കോൺഗ്രസ്സുകാരന്മാര് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ പിന്നെ പിണറായിസത്തെ തോൽപ്പിക്കാം, മരുമോൻസത്തെ പരാജയപ്പെടുത്താമെന്നുള്ള ഒരു ആഗ്രഹം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പോ പിണറായിസം തോൽക്കുകയോ ജയിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്കിനി ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഷൗക്കത്തിനെ തോൽപ്പിക്കാം. പിണറായിസത്തെ അങ്ങോട്ട് മാറ്റി നിർത്തുന്നു. ഇനി നമ്മുടെ എതിരാളി, നമ്മുടെ ഏക എതിരാളി ആര്യാടൻ ഷൗക്കത്താണ്. അങ്ങേരെ തോൽപ്പിക്കുക, അത് മാത്രമാണ് ഇനി നമ്മുടെ ഉദ്ദേശം. പക്ഷെ അൻവർ UDF വഴങ്ങാതിരുന്നതും മത്സരിക്കാൻ തീരുമാനിച്ചതും മുസ്ലിം ലീഗിലെ ചില നേതാക്കൾക്ക് അത്ര പിടിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം അവരുടെ നേതാക്കന്മാരുടെ ഒരു യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ VD സതീശനെതിരായിട്ട് പ്രതിപക്ഷ നേതാവ്, UDF ചെയർമാൻ, അദ്ദേഹത്തിനെതിരായിട്ട് വളരെ നിശ്ചിതമായ ചില വിമർശനങ്ങൾ ഉയർന്നു എന്നാണ് സ്ഥലം മാപ്രകള് കണ്ടുപിടിച്ചിരിക്കുന്നത്. അവരത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്രങ്ങളിലൊക്കെ നല്ല വൃത്തിയായിട്ട് വെടിപ്പായിട്ട് വന്നിട്ടുമുണ്ട്. അൻവറിനെ അനുനയിപ്പിക്കാൻ UDF ചെയർമാൻ എന്ന നിലയിൽ VD സതീശൻ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. സതീശൻ അനാവശ്യമായ വാശി പ്രദർശിപ്പിച്ചു, വാശി കാട്ടി. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വവും സംഗതി വഷളാക്കി. ഈ 3 കാര്യങ്ങളാണ് ലീഗിന്റെ ഈ നേതാക്കളുടെ യോഗത്തിൽ ചർച്ചാ വിഷയമായതെന്ന് മാധ്യമങ്ങൾ പറയുന്നു. ലീഗിന്റെ നേതൃത്വം ഇതുപോലൊരു പോഴത്തം പറയുമെന്നോ ചിന്തിക്കുമെന്നോ നമുക്ക് വിശ്വസിക്കാനുള്ള ഒരു വഴി കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു കാരണം കിട്ടുന്നില്ല. സാധാരണഗതിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും പക്വതയോടുകൂടി പെരുമാറുന്ന ഒരു പാർട്ടി UDF ലീഗാണ്. വളരെ പ്രായോഗികമായ രാഷ്ട്രീയമാണ് അവരുടേത്. നല്ല യാഥാർത്ഥ്യ ബോധവുമുണ്ട്. ഇപ്പൊ അവരുടെ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങള് രാഷ്ട്രീയത്തിൽ അത്ര വലിയൊരു പരിചയസമ്പന്നൊന്നുമല്ല. പക്ഷെ ചെറുപ്പം മുതലേ, ബാല്യം മുതലേ രാഷ്ട്രീയം ശ്വസിച്ചു വളർന്ന ആളാണ്. പിന്നീട് അദ്ദേഹം പ്രസിഡന്റ് ആയപ്പോ അത് കാണിക്കുകയും ചെയ്തു. ലീഗിന്റെ ഏറ്റവും പൊളിറ്റിക്കലായ ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്നാണ് അദ്ദേഹത്തെ പറ്റി ആളുകൾ പറയുന്നത്. അങ്ങനെയാണ് പലപ്പോഴും തോന്നിയിട്ടുമുള്ളത്. പിന്നെ PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള പരിണിതപ്രജ്ഞരായ നേതാക്കള്, അവരൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഇടപെട്ടും അതൊക്കെ പരിഹരിച്ചും ധാരാളം പരിചയവും അനുഭവ സമ്പത്തുമുള്ള ആളുകളാണ്. ആ ഒരു പാർട്ടി, അൻവർ എന്ന് പറയുന്ന വ്യക്തി UDF ചേരാതെ UDF മത്സരിക്കാൻ തീരുമാനിച്ചതിന്റെ പേരിൽ VD സതീശനെതിരെ അവരുടെ യോഗത്തിൽ ഒരു ആരോപണം ഉണ്ടായി എന്നത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം കാണുന്നില്ല. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളെ അടച്ച് അവിശ്വസിക്കാനും പറ്റത്തില്ലല്ലോ. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പേരില് അൻവർ സൃഷ്ടിച്ച ഈ അശ്ലീല നാടകം അദ്ദേഹം എഴുതി സംവിധാനം ചെയ്തതാണ്. അത് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു തുറന്ന പുസ്തകം പോലെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതിലെ ആദ്യ രംഗങ്ങളൊക്കെ അങ്ങോട്ട് വിടുക, അവസാന രംഗങ്ങൾ അതൊന്ന് ഓർത്തു നോക്കാം, ഒന്ന് റീവൈൻഡ് ചെയ്ത്. എന്താണ് അവിടെ സംഭവിച്ചത്? നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDF തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, അത് ആത്യന്തികമായിട്ട് തീരുമാനിച്ചത് കോൺഗ്രസ്സാണ്. അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. പക്ഷെ അതിനെതിരെ, ആ സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായി ആക്ഷേപങ്ങളുമായിട്ട് വരുന്ന, പൊതുജന മധ്യത്തിൽ അത് പറയുന്ന ഒരു നേതാവ്, അദ്ദേഹം UDF അംഗമല്ല, UDF പുറത്തു നിൽക്കുന്ന ഒരാളാണ് അത്തരത്തിലുള്ള ഒരു നേതാവ്. അതോടൊപ്പം തന്നെ UDF ചെയർമാൻ, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന VD സതീശനെതിരെ അതിന്റെ പേരിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു ആ നേതാവ്. UDF എന്താ നിലപാടെടുത്തത്? VD സതീശൻ എടുത്ത നിലപാടല്ല, ഓൺലൈനായിട്ട് ചേർന്ന UDF നേതൃയോഗം എടുത്ത തീരുമാനമാണ്. അതെന്തായിരുന്നു? ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, PV അൻവർ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ
അംഗീകരിക്കാത്ത PV അൻവർ അദ്ദേഹത്തെ അംഗീകരിക്കണം, അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കണം. ഈ ഒരൊറ്റ ഡിമാൻഡാണ് വെച്ചത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ UDF ഒരു അസോസിയേറ്റ് അംഗമായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയെ സ്വീകരിക്കാം. VD സതീശനെതിരായിട്ടുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങൾ അതിനെ താൻ കാര്യമായി എടുക്കുന്നില്ലെന്നാണ് സതീശൻ തന്നെ പറഞ്ഞത്. അതൊരു തർക്ക വിഷയവുമല്ല. പക്ഷേ PV അൻവർ UDF കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പരസ്യമായിട്ട് അംഗീകരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകുകയും വേണം. ആ ഒരൊറ്റ കണ്ടീഷനാണ് വെച്ചത്. അതിന് വഴങ്ങാതെയാണ് മത്സരിക്കുന്നതിന് PV അൻവർ ഒരു തീരുമാനമെടുത്തത്. ഇക്കാര്യം അല്ലെങ്കിൽ ഈ തീരുമാനം പരസ്യമാക്കാൻ VD സതീശനോട് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് UDF നേതൃത്വമാണ്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് മറിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുക? എങ്ങനെയാണ് അൻവറിന്റെ പിടിവാശിക്കും സമ്മർദ്ദ തന്ത്രത്തിനും വഴങ്ങാൻ അദ്ദേഹത്തിന് മാത്രമായിട്ട് സാധിക്കുക? എന്താണ് PV അൻവർ അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞത്? ആര്യാടൻ ഷൗക്കത്തിനെ MLA ആക്കാനല്ല ഞാൻ രാജിവെച്ചത് എന്നാണ് അൻവർ പറഞ്ഞത്. അതിൽ നിന്നെല്ലാം വ്യക്തമല്ലേ, ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ താൻ UDF എതിരായിട്ട് നിൽക്കും എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം? അത് തന്നെയല്ലേ അദ്ദേഹം അൻവർ നേരത്തെ പ്രഖ്യാപിച്ചത്? അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നില്ലേ? ഇക്കാര്യത്തിൽ ലീഗിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അനുനയ ശ്രമങ്ങൾ നടത്തിയതല്ലേ, അൻവറുമായിട്ട് സംസാരിച്ചതല്ലേ? എന്താണ് അൻവർ അനുനയത്തിന് തയ്യാറാകാതിരുന്നതിന്റെ കാരണം? അദ്ദേഹത്തിന്റെ പിടിവാശിയാണോ, സമ്മർദ്ദതന്ത്രമാണോ, ബ്ലാക്ക് മെയിലിംഗ് ശൈലിയാണോ? എന്തുകൊണ്ടാണ് അനുനയം അല്ലെങ്കിൽ സമവായം ഉണ്ടാകാതെ പോയത്? ഈ ലീഗ് നേതാക്കന്മാർ അഭിപ്രായം പറഞ്ഞ യോഗത്തിൽ കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തിരുന്നല്ലോ. അദ്ദേഹം എന്താണ് അവിടെ പറഞ്ഞത്? അദ്ദേഹവും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? സതീശിന്റെ പിടിവാശിയാണ് അൻവർ സ്വതന്ത്രനായി മത്സരിക്കാൻ കാരണമായതെന്ന് PK കുഞ്ഞാലിക്കുട്ടി വിശ്വസിക്കുന്നുണ്ടോ? അത് പറയണം. ഇനി അതോ UDF വേണ്ടി UDF തീരുമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു ഉറച്ച തീരുമാനം എടുത്തതാണോ? എന്താണ് അനുനയത്തിന് തടസ്സമായത്? LDF വിടാനും MLA സ്ഥാനം രാജിവെക്കാനും ഒക്കെ തീരുമാനിച്ചപ്പോ അൻവർ ലീഗ് നേതൃത്വത്തെ കണ്ടിരുന്നു, അവരുടെ പിന്തുണ തേടിയിരുന്നു, അവരെ സഹായിക്കാമെന്ന് പറഞ്ഞതുമാണ്. ഇതെല്ലാം സത്യമാണ്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അൻവറിനെ അനുനയിപ്പിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറായില്ല? പിടിവാശി ഉപേക്ഷിക്കണമെന്ന് എന്തുകൊണ്ട് അൻവറിനോട് പറഞ്ഞില്ല? അദ്ദേഹത്തെ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തി ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നില്ലേ ലീഗിന്റെ നേതൃത്വം ചെയ്യേണ്ടിയിരുന്നത്? അങ്ങനെ ചെയ്തോ? ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ ചെയ്തോ? ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അൻവർ അനുസരിച്ചില്ല? ലീഗ് നേതൃത്വം പറഞ്ഞിട്ടും എന്തുകൊണ്ട് പിടിവാശി ഉപേക്ഷിച്ച് UDF നിൽക്കാൻ, ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കാൻ അൻവർ തയ്യാറായില്ല? എവിടെയാണ് VD സതീശന്റെ പിടിവാശി? എവിടെയാണ് കോൺഗ്രസ് നേതൃത്വം അന്തരീക്ഷം വഷളാക്കിയത്? ലീഗ് നേതാക്കളുടെ ഈ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചത്, അതായത് സതീശനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ, വിമർശനം ഉയർത്തിയത് MK മുനീറും KM ഷാജിയുമാണെന്നാണ് പത്രവാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ അത് വല്ലാതെ അത്ഭുതപ്പെടുത്തി. മറ്റു പല പരിഗണനകൾക്കും അതീതമായിട്ട് രാഷ്ട്രീയാടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന രണ്ട് നേതാക്കളാണ്. അവരെന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ളത് അത്ഭുതകരമാണ്. അവർ പറഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ യോഗത്തിൽ ഉയർന്നു വന്ന ഒരു ചർച്ച, ലീഗ് ഇടപെടുകയാണെങ്കിൽ UDF പ്രശ്നങ്ങൾ, പലപ്പോഴും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരാറുണ്ട്, അപ്പൊ ലീഗ് ഇടപെടാറുമുണ്ട്. അപ്പൊ ലീഗ് ഇടപെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു എന്നുള്ള ഒരു ചിന്ത പൊതുവെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ലാതായിരിക്കുന്നു. അങ്ങനെ ലീഗിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് ഈ ലീഗ് നേതാക്കളുടെ സമ്മേളനത്തിൽ ഉണ്ടായ ചിന്ത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ലീഗിന്റെ ഇമേജിനെ പറ്റി അല്ലെങ്കിൽ പ്രതിച്ഛായയെ പറ്റിയാണ് പറയുന്നത്. അത് നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ അതിന് കോട്ടം തട്ടാതിരിക്കാൻ VD സതീശൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? UDF തീരുമാനം പറഞ്ഞോളൂ, ഞാനത് ആവർത്തിക്കുന്നില്ല. UDF തീരുമാനം എന്തായിരുന്നു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അത് ഉയർത്തിപ്പിടിക്കാതെ അൻവറിന് വഴങ്ങണമായിരുന്നു. അയാളുടെ സമ്മർദ്ദത്തിന്, പിടിവാശിക്ക്, ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങണമായിരുന്നു. അപ്പോഴ് ലീഗിന്റെ പ്രതിച്ഛായ ഉയരുമായിരുന്നു. അതായത് UDF അൻവറിന് വഴങ്ങിയാൽ ആ ഇമേജ് വർദ്ധിക്കുമായിരുന്നു. അതോ അൻവറിന് വഴങ്ങിക്കഴിഞ്ഞാൽ ലീഗ് അടക്കമുള്ള UDF തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമായിരുന്നില്ലേ? സതീശന്റെ പിടിവാശിയെ പറ്റിയാണല്ലോ ഈ യോഗത്തിൽ ചർച്ച ഉണ്ടായത്. ഈ വാശിയെക്കുറിച്ചൊക്കെ അങ്ങനെ അങ്ങ് പറയാൻ പറ്റുമോ? 5ാം മന്ത്രി സ്ഥാനത്തിന് വേണ്ടി ലീഗ് കാട്ടിയ പിടിവാശി, സമ്മർദ്ദതന്ത്രങ്ങള്
അതൊന്നും അത്ര പഴയ കഥയൊന്നുമല്ല, സമീപകാലത്ത് നടന്നതാ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായതാ. അതുണ്ടാക്കിയ ഇമ്പാക്ട്, അതുണ്ടാക്കിയ സോഷ്യൽ ഡിവൈഡ്, അത് ഉപയോഗിച്ച് BJP ഉണ്ടാക്കിയ നേട്ടങ്ങൾ, അതൊന്നും മറക്കാൻ സമയമായിട്ടില്ല. അപ്പോൾ സതീശന്റെ പിടിവാശിയെ കുറിച്ച് മാത്രം നമ്മൾ ചർച്ച ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിടിവാശിയില് ആരും ഒന്നും പിന്നിലല്ല. അൻവർ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ഇരിക്കുന്ന കമ്പ് മുറിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊന്നും മറക്കാതിരുന്നാൽ നന്ന്. നമുക്കിപ്പോഴും മനസ്സിലാകാത്ത രണ്ട് ചോദ്യങ്ങളാ. അൻവറിന്റെ ഉദ്ദേശം എന്താ? അൻവറിന് ഒരു രാഷ്ട്രീയമൊന്നുമില്ല, അത് നമുക്ക് ഇതിനകം മനസ്സിലായി കഴിഞ്ഞതാണ്. അയാൾക്ക് അയാളുടെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത വേണമല്ലോ. അങ്ങനെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ UDF-നെതിരായിട്ട് ഈ മത്സരിക്കാൻ രംഗത്തിറങ്ങിയതുകൊണ്ട് എന്താണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്? UDF-ന്റെ വോട്ട് പിളർത്തി അതുവഴി LDF-ന് വിജയിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ അവർ പൊറുക്കും എന്ന് അൻവർ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം ഈ ഏരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഇപ്പൊ നാട്ടിൽ പാട്ടാ. അതവിടെ നിൽക്കട്ടെ. ഈ ലോക്കൽ ഏരിയയിൽ ഒന്നുമല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അത് പിണറായിയും മറ്റുമാണല്ലോ. AKG സെന്ററിൽ ഇരുന്നാണല്ലോ അക്കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അദ്ദേഹം LDF വിടുന്നതിന് മുമ്പായിട്ട് അതിനുശേഷം പിണറായി വിജയനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചും എന്തൊക്കെയാണ് പറഞ്ഞത് അൻവർ? അതൊക്കെ പിണറായി അങ്ങ് വിഴുങ്ങുമെന്നാണോ നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത്? പാർട്ടിയെ വിമർശിച്ചാലും പാർട്ടിയെ കുറിച്ച് കുറ്റം പറഞ്ഞാലും ചിലപ്പോൾ പിണറായി ക്ഷമിക്കും, പാർട്ടിക്ക് നേട്ടം ഉണ്ടാകുന്ന ഒരു കാര്യം വന്നാൽ. ഇപ്പോഴും വോട്ട് മറിച്ചു കൊടുത്താൽ അവർ സ്വീകരിക്കും, അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ പിണറായിയെ കുറിച്ചോ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻവർ അദ്ദേഹം പൊറുക്കാൻ പോകുന്നില്ല. അദ്ദേഹം എന്താണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ പ്രസംഗിച്ചത്? സുഹൃത്തിനെ പിന്നിൽ നിന്ന് ചതിച്ച ചതിയനായിട്ടാണ് നിങ്ങളെ പേരെടുത്ത് പറയാതെ പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്, മറക്കണ്ട. അതുപോലെ വേറൊരു സംശയം മനസ്സിലുണ്ടാവുന്നത്, ഇതൊക്കെ അൻവർ മാത്രമായിട്ട് ചെയ്യുന്നതാണോ? ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും എല്ലാം അൻവർ മാത്രമാണോ? അതോ വേറെ ആരെങ്കിലും സതീശനോട് ശത്രുതയുള്ളവര്, ഇതുവഴി സതീശനെ ഒന്ന് ഒതുക്കി കെട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവര്, അവരാരെങ്കിലും ഈ അൻവറിന്റെ പിന്നിലുണ്ടോ? രാഷ്ട്രീയ കേരളം ചിന്തിക്കുന്ന ചില കാര്യങ്ങളാ, അവരുടെ മനസ്സിലുണ്ടാകുന്ന ചില ആലോചനകളാ. ഇതൊക്കെ താമസിയാതെ പുറത്തു വരും, സംശയമൊന്നുമില്ല. അൻവർ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്ന് ഇനിയും തീരുമാനിക്കാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറ്റാൻ, തീരുമാനം മാറ്റാൻ മിനിറ്റുകൾ മതി. അങ്ങനെ പറയാൻ കാരണം കൊടുത്ത നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പുറത്തിട്ടാം.